നമസ്കാരം. വിവരദോഷത്തെ അലങ്കാരമാക്കിയ അശ്ലീല രാഘവൻ തൻ്റെ വാചികാതിസാരം തുടരുകയാണ്. പെണ്ണുമ്പിള്ള നിയമസഭയിൽ പറഞ്ഞ വെർബൽ ഡയറിയ വായിലൂടെ തൂറ്റുകയാണ് വിജയരാഘവൻ വീണ്ടും വീണ്ടും. ആശാസമരത്തിന് ആളെ എത്തിക്കുന്നത് ചായ തരാമെന്ന് പറഞ്ഞാണത്രേ. പിണറായിക്കെതിരെയുള്ള സമരമാണെങ്കിൽ ചായ തന്നാൽ മതി, ഞങ്ങൾ വന്നിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ സമരപ്പന്തലിൽ ചെന്നിരിക്കുകയാണ് പോലും. CPM കുട്ടനാട്ടിൽ നടത്തിയ രക്തസാക്ഷി വാർഷികത്തിലാണ് സഖാവ് ഇതുപോലെയുള്ള വങ്കത്തരങ്ങൾ എഴുന്നള്ളിച്ചത്. ഒരു ചായയ്ക്ക് പോലും ഗതിയില്ലാതെ ആരെങ്കിലും ഓഫർ ചെയ്താൽ ചെന്നിരിക്കുന്ന ജീവിതാവസ്ഥയിലാണോ കേരളത്തിലെ സ്ത്രീകൾ? വിജയരാഘവൻ്റെ ഭാര്യയ്ക്ക് സർക്കാർ തീറ്റക്കൂലിയും കണ്ണാടി ചെലവും മാത്രമല്ല, നല്ല മുന്തിയ ശമ്പളവും നൽകിയാണ് മന്ത്രിയായിട്ട് ഇരുത്തിയിരിക്കുന്നത്. ബിന്ദുവിന് എപ്പോൾ വേണമെങ്കിലും കഥകളിയാടാം, പുലികളി നടത്താം, അമ്മാനക്കളിയും റോക്ക് ആൻഡ് റോളും ആടാം. എന്നുവെച്ചാൽ ബിന്ദു ഒരു ചായയിൽ ഒതുങ്ങുന്ന സ്ത്രീയല്ല എന്ന് സാരം. വിജയരാഘവൻ മുതൽ ഗോവിന്ദൻ വരെ പാർട്ടി പരിപാടിക്ക് വന്ന് അശ്ലീല വർത്തമാനവും വിവരം കെട്ട വിപ്ലവങ്ങളും പറയുമ്പോൾ മുമ്പിലിരുന്ന് ആളെ കൂട്ടിത്തരുന്നത് ഈ ആശമാരായിരുന്നുവെന്ന് ഓർക്കണം. അത് നിങ്ങളുടെ ചായയുടെ കട്ടി കണ്ടിട്ടല്ല, നിവർത്തികേട് കൊണ്ട് മാത്രമാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന പോലെ വിജയരാഘവന് പറ്റിയ സഖാത്തിയാണ് ബിന്ദു. ഈ രണ്ടെണ്ണത്തിനും വിവേകമോ വിവരമോ മരുന്നിന് പോലും ഇല്ല എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനുഷ്യർ മനസ്സിലാക്കി തുടങ്ങി. ആശമാരുടെ ലക്ഷ്യം ഇടതുപക്ഷത്തെ തകർക്കുകയാണ് പോലും. അപ്പോൾ ഈ ബ്രഹ്മാണ്ഡ പാർട്ടിയെ തകർക്കാൻ ഈ 400 ആശമാർ മതിയെന്നാണോ സഖാവേ? ഇവിടെ മൂന്നാമതും തുടർഭരണം ഉണ്ടാകുമെന്നാണ് വിജയരാഘവൻ്റെ വലിയ ഭീഷണി. ഇനി ഇതേ നുഖത്തിൽ കെട്ടാവുന്ന മറ്റൊരു സഖാവുണ്ട്, മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹം പറയുന്നത് തൊഴിൽ മന്ത്രിയായ തന്നോട് ഒരു വാക്കുപോലും സമരക്കാർ പറഞ്ഞിട്ടില്ല എന്നാണ്. ശിവൻകുട്ടിയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ ശമ്പളം 27,000 ആക്കി കയ്യിൽ കൊടുത്തേനെ. സമരം തുടങ്ങുമ്പോൾ അതെവിടെ അവസാനിപ്പിക്കണമെന്ന് ഒരു ധാരണ വേണമെന്നും സഖാവ് ഉപദേശിക്കുന്നു. നിയമസഭയുടെ മേശപ്പുറത്ത് കയറി മുണ്ടുപൊക്കി സംഹാരതാണ്ഡവമാടിയ ശിവൻകുട്ടി താഴെ വീണ് ശവൻകുട്ടി ആയപ്പോഴാണ് പ്രതിഷേധം നിർത്തേണ്ട സമയമാണെന്ന് ബോധ്യമായത്. അന്ന് സകല MLA-മാരുടെയും തോളിൽ കയറി മുണ്ടുപൊക്കി നിങ്ങൾ കാണിച്ച ആഭാസ ചുവടുകൾ മാത്രം മതി മലയാളികളുള്ള കാലം നിങ്ങളെ ഓർക്കാൻ. ശിവൻകുട്ടിയെ എടുത്ത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന രംഗമൊക്കെ കാണുമ്പോഴാണ് മലയാളികൾ പട്ടിണിയിലും ചിരിക്കാൻ പഠിച്ചത്. ഞാൻ സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ പോകുമ്പോൾ ആശാമാർക്ക് പകരം അവിടെ ഇരിക്കുന്നത് SUCI-ക്കാരാണത്രേ. സ്കൂൾ കണ്ടാൽ ഹോട്ടലാണെന്ന് കരുതി ആളുകൾ കയറി ചെല്ലുമെന്ന് പറഞ്ഞ ശിവൻകുട്ടിയാണ് ഈ പറയുന്നത്. സുരേഷ് ഗോപി സമരക്കാർക്ക് മഴക്കോട്ട് വാങ്ങി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്നും ശിവൻകുട്ടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ചില സഖാക്കളുണ്ട്, സ്ത്രീകൾ തങ്ങളുടെ അരികിലേക്ക് മഴക്കോട്ടിട്ട് വരണമെന്ന് ആഗ്രഹമുള്ളവർ. അതിന് പ്രേരിപ്പിക്കുന്ന ഒരു സഖാവിൻ്റെ ശബ്ദ സന്ദേശം കുറേ നാൾ മുമ്പ് ജനം കേട്ടതാണ്. നിയമസഭയുടെ മേശമേൽ കയറി കുരങ്ങൻ തേങ്ങാ പറിക്കുന്ന പണികൾ കാണിച്ച ശിവൻകുട്ടി അദ്ദേഹം വെറുതെ കുന്തിളിച്ച് ഉള്ള ഊർജം കളയാതിരിക്കുന്നതാണ് നല്ലത്. ശിവൻകുട്ടിയും വിജയരാഘവനുമൊക്കെ ഒരേ ഞെട്ടിലെ കുസുമങ്ങളാണ്. നന്ദി.